കൊള്ളട്ടെ. കണ്ണടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിൻ്റെ നടുതലയെ സന്ദർശിക്കാൻ കടന്നു വരുന്ന ഒരു നല്ല ദിവസത്തേക്ക് ഞങ്ങൾ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ കർത്താവെ. ക്രൂശിൽ ഓളം വെട്ടിയതായ ആ നിത്യസ്നേഹത്തിൽ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീണ്ടും മുക്കിയെടുത്ത് കർത്താവെ, നിന്നോടുള്ള സ്നേഹത്താൽ നിറച്ച് ഞങ്ങൾ ഇന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആണിയടിക്കപ്പെട്ടതായ ആ കരം, ഇന്ന് പ്രവർത്തിക്കുന്ന കരം ഞങ്ങളുടെ നേരെ നീണ്ടുവന്ന് ഞങ്ങളുടെ തലമേൽ കരം വെച്ച് ഞങ്ങളുടെ കണ്ണുനീര് തുടച്ച് സമാധാനത്തോടെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയൻ്റെ നാവിലും കുരിശടയാളം ഇട്ട് തരണമേ. അവിടുത്തെ കരം ഉയർന്നിരിക്കണമേ, അവിടെ നാമം മഹത്വപ്പെടണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബഹുമാനപ്പെട്ട പട്ടക്കാർ, ഈ ത്രോണോസിൽ പാടുന്ന ഒരു പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെയുണ്ട്: യബുസായൻ്റെ കളത്തറയിൽ കർത്താവേ തിരുഹിതമാർന്ന ക്ഷിതിപാലകനിബി ദാവീദിൻ പരിപാവനമാം ബലി പോലെ. ആ പാട്ടിൻ്റെ അർത്ഥം, രാജാവായ ദാവീദ് ജീവിതത്തിൽ ആത്മീയ ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയപ്പോൾ നിത്യനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ബലി അർപ്പിച്ചു, ഒരു യാഗം അർപ്പിച്ചു. എന്തെല്ലാം ഈ ലോകത്ത് നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം ഉന്നതികളിൽ ഈ ലോകത്ത് ഞാൻ എത്തിയാലും, എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. മോണിമെൻറ്റ്സ്, സ്മാരകങ്ങൾ അഥവാ മ്യൂസിയം. ഇപ്പോൾ മൈസൂർ എന്നാൽ ടിപ്പു സുൽത്താൻ്റെ വാള് അവിടെ വച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അനേകരെ യുദ്ധത്തിൽ വീഴിച്ചതായ ആ വാള് നാം അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ കടന്നു ചെന്നാൽ മ്യൂസിയത്തിൽ എബ്രഹാം ലിങ്കൺ, വളരെ പ്രശസ്തനായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ, അത് ലോകം മുഴുവൻ എന്നും പറയുന്ന വാക്കുകളാണ്. പക്ഷെ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ജോൺ ബൂത്ത് എന്ന് പറയുന്ന ഒരാൾ എബ്രഹാം ലിങ്കണെ വെടിവെച്ച് കൊന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയെ ഓസ്വാൾഡ് വെടിവെച്ച് കൊന്നു. ഇവരെല്ലാം സ്മാരകങ്ങളായി നിൽക്കുകയാണ്. നാം ഈ തിരുവചനം പഠിക്കുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ ഒരു സ്മാരകമായി നിൽക്കുകയാണ്. യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന റാഹേൽ ഇന്നും ഒരു സ്മാരകമായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചത് ആത്മീയ ജീവിതത്തിലെ ഒരു സ്മാരകമാകാനല്ല, ഒരു ശവകുടീരം പോലെയാണ്. എല്ലാവരും നോക്കി അയ്യോ കഷ്ടമെന്ന് പറയുന്ന രീതിയിൽ ആകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. കൂട്ടായ്മ ഏതുമാകട്ടെ, കൂട്ടായ്മകൾ മാറട്ടെ, പക്ഷെ നാം എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടി, നമ്മുടെ നാവിൽ കൂടി ദൈവസ്നേഹം ഓളം വെട്ടിയ കാലങ്ങളുണ്ട്. നിത്യനായ ദൈവം എന്നെ വിളിച്ചത് എന്തിനാണ്? യേശുക്രിസ്തുവിൻ്റെ ഒരു ജീവനുള്ള സാക്ഷിയായി മരണത്തിൻ്റെ അവസാന സമയം വരെയും നിൽക്കുന്നതിന് വേണ്ടി. നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിയിൽ നേട്ടങ്ങളോ കോട്ടങ്ങളോ മരണങ്ങളോ താഴ്ചകളോ ഉയർച്ചകളോ എന്തെല്ലാം സംഭവിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ യേശുവിനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷികൾ. അന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിലവിളക്ക് അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറ്റിക്കളയും. നിലവിളക്കുണ്ടാകില്ല, അത് വച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനാകാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും കൂടി വരുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ആൾക്കൂട്ടങ്ങൾ വേണ്ട, വലിയ പെരുപ്പങ്ങൾ വേണ്ട, പക്ഷേ ഞങ്ങളിലുള്ളവർ, ഞങ്ങളുടെ ഉള്ളിൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കത്തി നിൽക്കുന്ന ദൈവമക്കളായി ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചാലും, ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞാലും, ഒരു ഭവനത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയാലും, ഒരാളെ സുവിശേഷ യോഗത്തിന് വിളിച്ചാലും, കർത്താവേ, ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന
ഒരു ദൈവസ്നേഹത്തിൻ്റെ ആ വ്യാപാരം അനുഭവിച്ചുകൊണ്ട് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു കാര്യം സംഭവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ശരിയാണ്, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ നടത്തിയ വഴികൾ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും, ഒരു സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, നമ്മെ നടത്തിയ ദൈവം ഇല്ലേ. നമുക്ക് എത്ര കൊച്ചു കൊച്ചു വിഷയങ്ങളുണ്ട്. എന്നാൽ ഒരു പായയിൽ മുട്ടുമടക്കിയിരുന്നു കൊണ്ട് രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി തരാമെന്ന് പറഞ്ഞ ജീവനുള്ള ദൈവമുണ്ട്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്താമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവസ്നേഹം ഇന്നും നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യവും 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യവും നാം ഒന്ന് വായിക്കുകയാണ്. അവൻ്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി, അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ സംഭവമാണ്. അവിടെ തിരുവചനം പറയുകയാണ്, ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു താഴ്വരയിൽ കല്ലേറ് കൊണ്ട് മരിച്ചു കിടക്കുന്നു. അവൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു, പുത്രീപുത്രന്മാർ മരിച്ചു കിടക്കുന്നു, ആടുമാടുകൾ മരിച്ചു കിടക്കുന്നു. എന്നിട്ട് ആ ശവശരീരങ്ങളുടെ മേൽ വലിയൊരു കൽക്കുന്ന് കൂട്ടി. ആ കൽക്കുന്ന് അത് ഇന്നു വരെയും നിലനിൽക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം വായിക്കുന്നു, ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. ഇനി 7-ാം അധ്യായം 1-ാം വാക്യം കൂടി. എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദാ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ഉഗ്രകോപം, കോപിക്കുന്ന ഉഗ്രമൂർത്തിയായ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഉഗ്രമൂർത്തികളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇത് ജീവനുള്ള ദൈവമാണ്. നാം എല്ലാം സാക്ഷ്യം പറയുന്നതും നാം അനുഭവിക്കുന്നതും എല്ലാം ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളാണ്. എന്നാൽ ഈ വചനത്തിന് മാറ്റമില്ല. വചനം പറയുന്നു, ഈ ദൈവത്തിന് മറ്റൊരു ഭാവവും കൂടിയുണ്ട്, ഉഗ്രഭാവം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ആഖാൻ ഇസ്രായേൽ മക്കളുടെ കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം യോശുവ നിന്നിട്ട് പറഞ്ഞു, യോശുവയും കുടുംബം നിന്നിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇസ്രായേൽ ജനം എല്ലാം ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ സേവിക്കും. പക്ഷേ യോശുവ പറഞ്ഞു, നിങ്ങളെക്കൊണ്ടത് സാധിക്കില്ല. ഇന്നും വിഗ്രഹങ്ങളെ സേവിക്കാൻ നിങ്ങൾക്കത് സാധിക്കില്ല. ആൾക്കൂട്ടത്തെ കണ്ടുള്ളൂ, ജീവനുള്ള ദൈവത്തെ കണ്ടില്ല. എന്തുണ്ടായെന്നറിയാമോ? അന്ന് യോശുവ ഒരു ദേശത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരുന്നു. ആ ദേശവും ആ ദേശത്തിലെ വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ എല്ലാം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് ശബദാർപ്പിതം. അതിൽ തൊട്ടാൽ നിങ്ങൾ ശപിക്കപ്പെടും, ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരുമെന്ന് ഒരു വചനം കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. ശബദാർപ്പിതം, ദൈവത്തോട് ശപഥം ചെയ്തവരാണ്. നമുക്കറിയാം, ഈ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഈ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അത് മാത്രമല്ല, മുഴുവൻ തിന്മയായ ജഡം. ഈ ജഡം നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ടപ്പോൾ ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, കാമാർത്തികൾ, ഭക്ഷണാർത്ഥികൾ, വെറിക്കൂത്തുകൾ, പക, പിണക്കം, മറ്റുള്ളവരുടെ ഇഷ്ടക്കുറവുകൾ, സിനിമ, സീരിയൽ, മദ്യപാനം, പുകവലി, ചീട്ടുകളി, ഇങ്ങനെയുള്ള അനേകം വാസനകൾ വസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കലായി സമർപ്പിച്ചു. കർത്താവേ, ഈ ശരീരവും ഈ മനസ്സും ഈ ആയുസ്സും നിനക്കുള്ളത്. എന്നാൽ ആ പറഞ്ഞ മനുഷ്യൻ ഇത് ദൈവത്തിന് വേണ്ടിയെന്ന് വേർതിരിച്ച് മാറ്റിവെച്ചതായ മനുഷ്യൻ അതിൽ ചെന്ന് പിന്നെയും കൈ തൊടുമ്പോഴാണ് ദൈവത്തിൻ്റെ ഉഗ്രകോപം വരുന്നത്. ശബദാർപ്പിതമായി മാറ്റിവെച്ചു. നാം ദൈവത്തോട് വാക്ക് പറയുന്നു. എന്നാൽ ആ പറഞ്ഞ വാക്കിന് എത്ര നേരത്തെ ആയുസ്സുണ്ടായിരുന്നു? ദൈവത്തോട് സമർപ്പണം പറഞ്ഞിട്ട് വേണ്ട എന്ന് വെച്ച ഏതെങ്കിലും കാര്യത്തിൽ പോയി കൈ തൊട്ടാൽ
അതിലേക്ക് നോക്കിയാൽ, ചെവി ചായ്ച്ചാൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം വരും. ദൈവത്തിന് സ്തോത്രം. ചോദിക്കട്ടെ, എൻ്റെ കർത്താവേ, ഞാൻ ഒരു വിവാഹിതനായ മനുഷ്യനാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് 100% വിശ്വസ്തനും വിശ്വസ്തയുമായിരിക്കുവാൻ തീരുമാനിച്ചു. വിവാഹം കഴിക്കാത്തവർ, ഒരു 90% കുഞ്ഞുങ്ങൾ ഗർഭത്തിലെ ദൈവത്തിൻ്റെ വചനം കേട്ടവരാണ്. മുലപ്പാൽ പോലെ സ്തുതിയും വചനവും കേട്ടവരാണ്. എന്നാൽ ചില താഴ്ചകൾ സംഭവിച്ചു, കുറേ കാലം വചനം ഇല്ലാതെ പോയി. ചോദിക്കട്ടെ, ഒരിക്കൽ ദൈവത്തിന് വേണ്ടി വേദനിച്ച മക്കൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ പാപം വരുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ പാപം വന്ന് തൊട്ടുവോ? ദൈവത്തിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. അത് പ്രായമായവരിലേക്ക് വന്നിരിക്കുന്നു. ഒരിക്കൽ വേണ്ട എന്ന് വെച്ചതായ സിനിമയുടെ ചെറിയ ചെറിയ രസമുള്ള കാഴ്ചകൾ, യൂട്യൂബിലെ ചെറിയ ചെറിയ കാഴ്ചകൾ, ചെറിയൊരു നുണ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിലൂടെ വരുന്ന ചെറിയ തെറ്റുകൾ, ആലോചനകൾ, പാളിയ ചിന്തകൾ, അതിനൊക്കെ പഴയകാല ഗൗരവം കൊടുക്കുന്നുണ്ടോ? ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ഉഗ്രകോപം ആഖാൻ്റെ നേരെ വന്നു. ഒരു വശത്ത് എന്നെ നേരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ദൈവം, എന്നെ നോക്കി ദൈവം ഉഗ്രകോപത്തോടെ നിൽക്കുകയാണോ? ഇബ്രായ ലേഖനം 12-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പുതിയ നിയമത്തിൽ ജീവനുള്ള ദൈവത്തെപ്പറ്റി വചനം എന്ത് പറയുന്നു? വായിച്ചു കേൾക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. പുതിയ നിയമത്തിൽ പറയുകയാണ്, എന്നെ ദഹിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം, എൻ്റെ നേരെ കർശനമായി വിരൽ ചൂണ്ടത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് കർത്താവ് ഇന്ന് ഉഗ്രഭാവത്തോടെ നിൽക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, കർത്താവിന് എന്നോടുള്ള ഭാവം എന്താണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? കർത്താവിൻ്റെ ഉഗ്രകോപം വന്ന പല സംഭവങ്ങൾ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഒരു 1-2 കാര്യം പറയാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 21-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹെരോദ രാജാവ് ഇരുന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്ന് മനുഷ്യനെല്ലാം കൂടി പറഞ്ഞു, അയ്യോ, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല കേട്ടോ, ഇതൊരു ദേവൻ്റെ ശബ്ദമാണ്. നാം വായിക്കുന്നു, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കയാൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹെരോദാവിനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ പത്രോസ്ലീഹയുടെ കാലമാണ്. എന്നാൽ കർത്താവിന് പത്രോസ്ലീഹ അയച്ചാൽ പോരെ, നീ ആ ഹെരോദാവിനോടൊന്ന് പറയണം കേട്ടോ, ഇങ്ങനെ മഹത്വമൊന്നും എടുത്തേക്കരുത്, ഒന്നുകൂടി സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയല്ല. പലവട്ടം ഹെരോദാവിന് യേശുവിനെ അറിയാം, വചനം അറിയാം. ഹെരോദാവ് രാജാവായിരിക്കുമ്പോഴും യേശുവിനെ അംഗീകരിച്ച ആളല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിനെ അംഗീകരിച്ച ആളാണോ? അപ്പോൾ ഞാൻ ഇന്ന് ഈ വചനം പറയാൻ വേണ്ടി എൻ്റെ ബുക്കിൽ ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചു. എനിക്ക് തോന്നുകയാണ്, കണ്ടോ, എൻ്റെ കയ്യിൽ കുറേ പോയിന്റുകളൊക്കെയുണ്ട്. ഇതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവം എനിക്ക് തന്നതാണ്. ഞാൻ മഹത്വം എടുത്താൽ ദൈവം പറയുന്നുണ്ട്, ഒരു കാരണവശാൽ എൻ്റെ മഹത്വം ഞാൻ മനുഷ്യന് കൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. യെശയ്യാ 48 പറയുന്നുണ്ട്, എൻ്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല, മനുഷ്യന് കൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്താൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം വരും. നമുക്ക് തോന്നും പുറമേ നാം കൊടുക്കുന്നില്ല എന്ന്. എന്നാൽ നമ്മുടെ എടുപ്പിലും മട്ടിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ ചിന്തയിലും എല്ലാം ദൈവത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന, ഞാൻ ആരോ ആണെന്ന് തോന്നുന്ന ഒരു ഭാവം വന്നാൽ അവിടെ കർത്താവിൻ്റെ കൃപ മാറിപ്പോകും, ആത്മാവ് മരിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എനിക്ക് ഈ പ്ലാസ്റ്റിക് കസേരയിരിക്കുമ്പോൾ കഴുത്തിൻ്റെ അസ്വസ്ഥതയുണ്ട്. പിറകോട്ട് 2 കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിന്നാൽ അതൊരു അഹങ്കാരമാണെന്ന് പറയാൻ പറ്റുമോ? അതൊരു അഹങ്കാരമല്ല. നടുവിന് അല്പം പ്രയാസം വരുമ്പോൾ ഒന്ന് കാലിന്മേ കയറ്റി വെച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അത് തെറ്റല്ല, പക്ഷേ അത് തെറ്റായി തീരും. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, 1965 CA പാസ്സായ ഒരാൾ, ഞാൻ അദ്ദേഹത്തിന് കൂടെ നടക്കുമ്പോൾ ആ റോഡിലൂടെ എല്ലാം ഇങ്ങനെ കൈ ഇങ്ങനെ പുറകിൽ പിടിച്ച് തലയെടുപ്പോടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു, എൻ്റെയൊക്കെ പാരമ്പര്യം അത് തന്നെയാണ്.
തലയെടുപ്പിൻ്റെ, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ തന്നെത്താനെ അല്പം പ്രശംസിക്കുന്ന ചില പ്രവണതകൾ എന്നിലുമുണ്ട്. ദൈവത്തിന് വചനം പറയുന്നു, ഉഗ്രകോപം, ദൈവത്തിൻ്റെ ഉഗ്രകോപം വരും. രണ്ടാമത്തെ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 5:1 മുതൽ 3 വരെയാണ്. അവിടെ അനന്യാസും സഫീറയും പുതിയ നിയമം തന്നെയാണ്. ആ കാലത്ത് ദൈവമക്കളെല്ലാവരും അവരെ താങ്കൾക്കുള്ള വസ്തുവകളെല്ലാം വിറ്റ് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാലമാണ്. അനന്യാസും സഫീറയും തങ്ങളുടെ വസ്തുവകൾ വിറ്റു. എന്നിട്ട് അവർ പരസ്പരം സമ്മതത്തോടെ, പരസ്പരം അറിവോടെ ഒരു വ്യാജം കാണിച്ചു. വസ്തുവകയിൽ കുറേ എടുത്തിട്ട് അവർ ബാക്കി കൊണ്ടുവന്ന് അപ്പോസ്തലനായ പത്രോസിൻ്റെ കാൽക്കൽ അവർ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പത്രോസിനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നുവോ? പത്രോസ് പരിശുദ്ധാത്മാവല്ല, പക്ഷേ അപ്പോൾ പരിശുദ്ധാത്മാവിനെ തേജസ്സിൽ നിൽക്കുന്ന അപ്പോസ്തലൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ നിങ്ങൾ ആ സ്ഥലം വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതല്ലായിരുന്നോ? വിൽക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞുവോ? ഈ പൈസ ദൈവത്തിൻ്റെ വിലയ്ക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും പറഞ്ഞുവോ? ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഒരു കാര്യം, കൂട്ടായ്മയിൽ ആഹ്വാനം വന്നപ്പോൾ ചെയ്തിട്ട് അതിൻ്റെ വിലയിൽ കുറേ എടുത്തു വെച്ച് ദൈവത്തോട് വഞ്ചനയും ദൈവത്തോട് വ്യാജവും കാണിക്കുന്നുവോ? എന്നുണ്ടായി, ഭാര്യയും ഭർത്താവും അവിടെ മരിച്ചു വീണു. ദൈവത്തിൻ്റെ ഉഗ്രകോപം അവരുടെ മേൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വ്യാജം കാണിക്കരുത്. ദൈവസന്നിധിയിൽ ഇരുകരം ഉയർത്തി തീരുമാനം പറയുമ്പോൾ ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം ഓരോ പ്രാവശ്യവും നാം തീരുമാനമെടുക്കാൻ. തീരുമാനമെടുക്കാതെ പോകുന്നത് നമുക്ക് നഷ്ടമാണ്. നാം ആരും പൈസ ചോദിക്കുന്നവരല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിട്ട് അതിൽ നിന്ന് ഒരംശം എടുക്കുവാൻ ഒരിക്കലും നാം മുതിരരുത്. പഴയ നിയമത്തിൽ 2 ശമൂവേൽ 6:6 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവിടെ ദൈവീക പ്രമാണങ്ങൾക്ക് വിരോധമായി ഒരു ചെറുപ്പക്കാരൻ പ്രവർത്തിച്ചു. ഉസ്സ എന്നാണ് അവൻ്റെ പേര്. ദൈവത്തിൻ്റെ പെട്ടകം അന്ന് കൊണ്ടുവരുന്ന സമയത്ത് കാള വിരണ്ടു. ഈ ഉസ്സ എന്ത് ചെയ്യുന്നറിയാമോ? ഓടിച്ചെന്ന് ആ പെട്ടകത്തെ പിടിക്കാൻ നോക്കി. നാം വായിക്കുന്നു, യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു, അവൻ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവീക പ്രമാണങ്ങളുടെ വഴിയിലല്ല യാത്ര ചെയ്തത്. ദൈവത്തിനൊരു പ്രമാണമുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. എങ്ങനെ കൂട്ടായ്മയിൽ വരണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സമർപ്പണമെടുക്കണം, എങ്ങനെ ദൈവത്തിൻ്റെ വേല ചെയ്യണം, എല്ലാത്തിനും ഒരു ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ഒരു കൂട്ടായ്മയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞ് നടക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നടക്കുന്ന കാര്യങ്ങളോട് നമ്മുടെ ഉള്ളം ചേർന്ന് പോകുന്നില്ല എങ്കിൽ നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായി നിൽക്കുന്നയാളാണ്. അവിടെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കും. നാം ഇത് കേൾക്കുമ്പോൾ ഞാനും ഭയപ്പെടുന്നു, നിങ്ങളും ഭയപ്പെടുക. കർത്താവേ, ദൈവത്തിനൊരു വഴിയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലം മുതൽ AD 4-ാം ആണ്ടിലെല്ലാം ദൈവമക്കൾ ചിതറിപ്പോയി. പിന്നെ 16-ാം ആണ്ടിലാണ് മാർട്ടിൻ ലൂതർ എഴുന്നേൽക്കുന്നത്. പക്ഷേ എന്തെല്ലാം ചിതറിപ്പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം, ഈ വചനമാകുന്ന പ്രമാണം, അതിനൊരിക്കലും മാറ്റമില്ല. അതിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ നേരെ ജ്വലിക്കും. ഇവിടെ ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ചെയ്തു ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തിൽ അവൻ്റെ കൈ ചെന്ന് തൊട്ടു. അവൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി 7-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. നിങ്ങൾ ശാപഗ്രസ്തരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നിയമം ലംഘിച്ചു, അതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരായി തീർന്നു. ശാപം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഈ ആഖാൻ ചെയ്തത് പഴയ 10 കൽപ്പനകളിലെ 7-ാമത്തെയും 8-ാമത്തെയും കൽപ്പനകളുടെ ലംഘനമാണത്. കൂട്ടുകാരനെ മോഹിക്കരുത്, കൂട്ടുകാരനുള്ളതിനെ ഒന്നിനെ മോഹിക്കരുത്,
മോഹിക്കരുത് എന്നുള്ളതായ കൽപ്പനയ്ക്ക് വിരോധമായിട്ടാണ് ആഖാൻ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നീ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. എന്തെല്ലാം ശാപങ്ങൾ! ആവർത്തന പുസ്തകം എടുക്കേണ്ട 27-ാം അധ്യായം മുഴുവൻ ശാപങ്ങളുടെ നീണ്ടൊരു പട്ടിക പറയുന്നുണ്ട്. അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നീണ്ടൊരു പട്ടിക. 1 കൊരിന്ത്യർ 16:22 അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ഭൂമിയിലെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാം കൽപ്പന പ്രമാണിക്കണമെന്ന് ഓർത്ത് ചെയ്തു, പക്ഷേ യേശുവിനോട് സ്നേഹം വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് സ്നേഹം വരാതെ പാപത്തിൻ്റെ മേൽ ജയമില്ല. നമുക്ക് പല കാര്യങ്ങൾ പ്രവർത്തിക്കാം, ഞാനും പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യനാണ്. എന്നാൽ എന്ന് യേശുവിനോട് എൻ്റെ ഉള്ളിലൊരു സ്നേഹം കിട്ടിയോ, അതൊരു കൃപയാണ്. എന്നെ വലയ്ക്കുന്നൊരു ദൈവമല്ല, എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കുന്ന എൻ്റെ ജീവനുള്ള ദൈവമെന്ന് എന്നെനിക്കൊരു ബോധ്യം കിട്ടിയോ, അന്നാണ് പാപത്തിൻ്റെ മേൽ ജയം തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം വരുന്നില്ലേ? ക്രിസ്ത്യ ജീവിതം തുടങ്ങിയിട്ടില്ല. പക്ഷേ 1 മിനിറ്റ് മതി, 1 സെക്കൻഡ് മതി. എന്താണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ തലയിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിക്കണം, ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, എൻ്റെ യേശുവേ, എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു നിഷ്കളങ്കമായ, ഒരു നിർമ്മലമായ ഹൃദയം നീ എനിക്ക് തരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം വന്നാൽ ആ സ്നേഹത്തിൻ്റെ നദിയിൽ ശാപങ്ങളെല്ലാം മാറിപ്പോയിക്കൊള്ളും. അവിടെ കർത്താവിൻ്റെ ആത്മാവ് വചനം പറയുകയാണ്, ഇസ്രായേലേ, നിൻ്റെ നടുവിൽ ഒരു ശാപമുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കൂ, കർത്താവേ, ഞാൻ വന്നിരിക്കുന്ന എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ശാപം നിൽക്കുന്നുണ്ടോ? എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിൻ്റെ ശാപം നിൽക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ ജോലിയിൽ വിശ്വസ്തനല്ലാത്തതിൻ്റെ ശാപം നിൽക്കുന്നുണ്ടോ? എൻ്റെ കയ്യിൽ ദൈവം പ്രസാദിക്കാത്ത അന്യായ സ്വത്തുക്കളുടെ ശാപം നിൽക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് ലോകമോഹങ്ങൾക്ക് അടിമയാണോ? ഞാനൊരു സുവിശേഷകനാണെന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഈ ലോകത്ത് ഇന്നയാളാണെന്ന് പറയുന്നതിലാണോ എനിക്ക് അഭിമാനം? ശാപം വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതിലേക്ക് വരണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ഭവനത്തിൽ നിന്ന് ശാപം മാറ്റിക്കളയുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം നിങ്ങളെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഇതാ പ്രിയപ്പെട്ട മകനെ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ടോ? ഇന്ന് ഈ ദിവസം, ഹല്ലേലൂയ, ഇന്ന് കർത്താവ് തന്നിരിക്കുന്നതായ ദിവസം എല്ലാം എറിഞ്ഞു കളയുക. ഈ ആഖാൻ ശപഥാർപ്പിതം തൊട്ടു, അവൻ ശപിക്കപ്പെട്ടവനായിപ്പോയി. അവൻ്റെ മേൽ ഉഗ്രകോപം വന്നു. എന്നാൽ അവന് ദൈവം അവസരം കൊടുത്തു. കാരണം യോശുവ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയുകയാണ്. മൂപ്പന്മാർ കരയുകയാണ്. ഓടിച്ചെന്ന് പറയാമായിരുന്നു, അയ്യോ തെറ്റ് പറ്റിപ്പോയി എന്ന്. തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാമായിരുന്നു. പക്ഷേ അവൻ മിണ്ടിയില്ല. എന്താണ് മിണ്ടാത്തത്? അവന് ഒരു ദൈവ ഭയമില്ലാണ്ടായിപ്പോയി, ദൈവത്തെ വിശ്വാസമില്ലാണ്ടായിപ്പോയി. യോശുവയിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ വിവേചന വരത്തിൽ അവന് വിശ്വാസമില്ലാതായിപ്പോയി. 24 ലക്ഷത്തിൽ ചെല്ലുവാനും ജനം കൂടിയിരിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഒരു 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും 200 ശേക്കൽ തൂക്കമുള്ള വെള്ളിക്കട്ടിയും ഒരു ബാബിലോന്യ മേലങ്കിയും മോഷ്ടിച്ച് കൂടാരത്തിൻ്റെ നടുവിൽ മറച്ചു വെച്ചാൽ അത് ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. എന്നാൽ യോശുവ പ്രാർത്ഥനയോട് ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി സബ്ദികുലത്തെ വിളിക്കുക. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു. ആഖാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തുടങ്ങി. വൈകിപ്പോയ ഏറ്റുപറച്ചിൽ. പ്രിയപ്പെട്ടവരെ, ഏറ്റുപറച്ചിലിന് ചില പ്രമാണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. വൈകിപ്പോയ ഏറ്റുപറച്ചിൽ ഒരിക്കലും ആയിരിക്കരുത്. ഇവിടെ ഒരു കാര്യം വരുമ്പോൾ, ഇസ്രായേൽ ജനം കരയുമ്പോൾ യോശുവയുടെ അടുക്കിലേക്ക് ആഖാൻ ഓടിച്ചെല്ലാമായിരുന്നു. അയ്യോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ 2:1 പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. സ്തോത്രം. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല എന്ന് 4:16 എബ്രായർ 4:16 പറയുന്നു. ഇന്നത് കൃപയുടെ കാലമാണ്. ഓടിച്ചെന്ന് പറയാം, കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്, എന്നോട് ക്ഷമിക്കണമേ എന്ന്. എന്നാൽ മിണ്ടിയില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അരുതാത്തൊരു വാക്ക് വന്നുപോയി. അരുതാത്തൊരു വാക്ക് വന്നാൽ നാം വീട്ടിൽ തന്നെയാണെങ്കിൽ വായ അടച്ചു പിടിച്ച് ദൈവസന്നിധിയിൽ ഉരുക്കി കരയാം.
ആരും എടുത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ നാവെടുത്ത് നിങ്ങൾ കേൾക്കി ചെറിയ ശബ്ദത്തിൽ പറയണം, എൻ്റെ യേശുവേ, ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ഇന്ന സമയത്ത് ഇന്ന കാര്യം ഇന്നതുപോലെ സംസാരിച്ചപ്പോൾ എൻ്റെ വാക്കിന് എനിക്ക് തെറ്റുപറ്റി. ദൈവത്തോട് ഏറ്റുപറയുക. ദൈവത്തോട് ഏറ്റുപറയുന്നതിന് പ്രമാണങ്ങളുണ്ട്. 1 യോഹന്നാൻ 1:8 പറയുമല്ലോ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവത്തിന് സ്തോത്രം. ആഖാനെല്ലാം മണിമണിയായിട്ട് ഏറ്റുപറഞ്ഞു, പക്ഷേ വൈകിപ്പോയിരുന്നു. ആഖാൻ പിടിക്കപ്പെട്ടു. അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം കൊണ്ടുവന്നു. ആടുമാടുകൾ പിടിക്കപ്പെട്ടു. ഭാര്യ ഭർത്താവിന് മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് ഏറ്റു പറയാമായിരുന്നില്ലേ? പഠിച്ച് വളരുന്ന മക്കൾ, ഇന്നത്തെ പറഞ്ഞാൽ വിദേശങ്ങളിൽ പോയി പഠിക്കേണ്ട മക്കൾ, അവർ പറഞ്ഞു, അപ്പാ ഞങ്ങളെ വലച്ചത് എന്തിന്? ആടുമാടുകൾ പറഞ്ഞു, എന്തിന് ഞങ്ങളെ വലച്ചു? വൈകിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആഖാൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ വലിയൊരു കൽക്കുന്ന് കൂട്ടി. അതിന്നുവരെ അവിടെ നിൽക്കുകയാണ്. എന്താണ് ആഖാൻ്റെ ജീവിതം തരുന്ന പാഠം? എന്താണ്? ഒരിക്കലായി ദൈവത്തിന് വേണ്ടി വേർതിരിച്ചാൽ പിന്നെ വീണ്ടും തിരിച്ചെടുക്കരുത്. ശാപം വരും, ദൈവത്തിൻ്റെ ഉഗ്രകോപം വരും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും പാപം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടുന്നതിന് മുമ്പ്, പാപം നിങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് ഈ ദൈവസന്നിധിയിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നമുക്ക് തളരേണ്ടി വരികയില്ല. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഉണക്കാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കരുണയുടെ കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് വാക്ക് പറഞ്ഞ്, കർത്താവേ, ഇന്ന് എൻ്റെ മേൽ നിൻ്റെ കരുണ പകർന്നു തന്നാൽ ഇനിയുള്ള കാലം ഞാൻ നിൻ്റെ മകനായി നിൻ്റെ മകളായി ഞാൻ ജീവിച്ചു കൊള്ളാം. എങ്കിൽ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ദയ നിങ്ങളുടെ മേലേക്ക് വരികയാണ്. നിങ്ങളുടെ മേലേക്ക് മാത്രമാണോ? 1000 തലമുറയോളം ദയ കാണിക്കാമെന്ന് വാക്ക് പറഞ്ഞ ജീവനുള്ള ദൈവം ഇപ്പോൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നമുക്ക് യേശുവിനോട് പറയാം, യേശുവേ, എനിക്ക് മറ്റൊന്നും പറയാനില്ല, എനിക്ക് ആരിലേക്ക് നോക്കാനില്ല, എൻ്റെ മക്കളിലേക്ക് ഞാൻ നോക്കുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതം എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ കത്തിത്തീരുന്നൊരു മെഴുകുതിരി പോലെ യേശുവേ, നിൻ്റെ കയ്യിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ ശാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആ കാഴ്ച കാണൂ. ലംഘനങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ നീതീകരിക്കുന്ന കുഞ്ഞാടിൻ്റെ തിരുരക്തമാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവേ, ആ തിരുരക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ കഴുകണമേ. ആ കരുണ, എനിക്ക് കരുണ തോന്നേണമെന്നുള്ളതിനോട് കരുണ തോന്നുന്നു. സ്വർഗീയ കരുണ, ഹല്ലേലൂയ. ആ കരുണ ഇപ്പോൾ ഞങ്ങളിലേക്ക് പകരണമേ. ഒരാഘാനായി ഞങ്ങൾ പോകല്ലേ കർത്താവേ. തലമുറയ്ക്ക് നാശം വിതച്ചിട്ട് പോകുന്ന ഒരപ്പനായി ഞാൻ പോകല്ലേ യേശുവേ. എൻ്റെ മേലേക്ക് സ്വർഗീയ കരുണ പകരണമേ. ഞാൻ സാക്ഷികളുടെ സമൂഹത്തിലേക്ക് നിൽക്കുന്ന ഒരു വിശ്വസ്തനായി തീരട്ടെ. 1000 തലമുറ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാലും എൻ്റെ മക്കളെ ഓർക്കുമ്പോൾ, ഇതാ ഡാനിയേലിൻ്റെ മകൻ ഇന്നയാളുടെ മകളെന്ന് കർത്താവ് ഓർക്കത്തക്കവണ്ണം കരുണ കാണിക്കുന്ന കരുണാസമുദ്രമായ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വർഗീയ സ്നേഹം നമ്മുടെ മധ്യത്തിൽ ഇതാ ചിറക് വിരിച്ചു നിൽക്കുകയാണ്. യേശുവേ, ആ കരുണ ഇപ്പോൾ എൻ്റെ മേലേക്ക് പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. പറയാം, യേശുവേ, എൻ്റെ യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, കരുണാ സമുദ്രമേ, കരുണയുടെ സാഗരമേ, കരുണ മാത്രമായി ഞങ്ങളുടെ നല്ല ദൈവമേ, യേശുവേ, ഞങ്ങളുടെ ആയുസ്സിൽ യേശുവിനെ തിരിച്ചറിയാൻ ഭാഗ്യം തന്നുവല്ലോ കർത്താവേ. ദിനം പ്രതി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനം കേൾക്കാൻ ഭാഗ്യം തന്നുവല്ലോ കർത്താവേ. ഞങ്ങളെ തനി തങ്കമാക്കി തീർക്കണമേ, ക്രിസ്തുമയമാക്കി തീർക്കണമേ കർത്താവേ. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ തലമുറയിലേക്ക് സ്വർഗീയ സ്നേഹം പ്രസരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂട്ടായ്മ അനുഗ്രഹിക്കണമേ, തൃക്കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സന്ദർശിക്കണമേ. പല ഭാരത്തോടെ വന്നവരുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഇല്ലല്ലോ യേശുവേ. എൻ്റെ നാഥ, നസ്രായനായ യേശുവിൻ്റെ നാമം കർത്താവേ ഞങ്ങൾ വായ്പൊത്തുന്നു. ഞങ്ങൾ വായ കൊണ്ട് പറയാൻ യോഗ്യതയില്ല, എന്നാൽ ഞങ്ങൾ ആ തിരുരക്തം നാവിൽ പുരട്ടിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തേക്ക് മാത്രം, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.